അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും. അപ്പോൾ ഒരു ആൾ ദൈവത്തിന് ഇടയ്ക്കിടയ്ക്ക് ജാമ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് കേസ് എന്നുള്ളത് നമുക്ക് ജെമിനിയോട് ചോദിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. ജെമിനി, നമ്മുടെ ഗുർബീത് സിംഗ്, അയാൾക്ക് എതിരെയുള്ള കേസ് എന്താണ്? എന്തുകൊണ്ട് അയാൾക്ക് പരോള് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സൗദ തലവൻ ഗുർമീത് റാം റഹീം സിംഗിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് കരുതുന്നു. അദ്ദേഹത്തിന് എതിരെയുള്ള കേസുകളെ കുറിച്ചും തുടർച്ചയായി ലഭിക്കുന്ന പരോളിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. അദ്ദേഹത്തിന് മേലുള്ള പ്രധാന കേസുകൾ. ഗുർമീത് റാം റഹീം സിംഗ് നിലവിൽ ഹരിയാനയിലെ റോഹ്തക് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. പ്രധാനമായും 3 കേസുകളിലാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ലൈംഗിക പീഡനം 2017, 2 വനിതാ അനുയായികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 20 വർഷം തടവ്, മാധ്യമപ്രവർത്തകന്റെ കൊലപാതകം 2019, രാം റഹീമിനെതിരെയുള്ള പീഡന വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്ന രാംചന്ദർ ഛത്രപതി എന്ന മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ, മാനേജറുടെ കൊലപാതകം 2021, സൗദ മാനേജറായിരുന്ന രഞ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ ഗൂഢാലോചന കണ്ടെത്തിയതിനെ തുടർന്ന് ജീവപര്യന്തം ശിക്ഷ. 2. എന്തുകൊണ്ടാണ് ഇത്രയധികം പരോൾ ലഭിക്കുന്നത്? സാധാരണയായി ഒരു തടവുകാരന് പരോൾ ലഭിക്കുന്നത് നിയമപരമായ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. എന്നാൽ റാം റഹീമിന് തുടർച്ചയായി പരോൾ ലഭിക്കുന്നത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. നിയമപരമായ അവകാശം. ഹരിയാന ഗുഡ് കണ്ടക്ട് പ്രിസണേഴ്സ് താൽക്കാലിക റിലീസ്. നിയമപ്രകാരം ജയിലിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കുന്ന തടവുകാർക്ക് കൃത്യമായ ഇടവേളകളിൽ പരോളിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. കുടുംബത്തിലെ വിശേഷങ്ങൾ, ചികിത്സ തുടങ്ങിയ കാരണങ്ങൾ ഇതിനായി ചൂണ്ടിക്കാട്ടാറുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ. എന്തിനാണ് 20 വർഷമൊക്കെ വെറുതെ അയാളെ കൊണ്ട് ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്ന വിശേഷങ്ങൾക്ക് പോകാം, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പരിപാടിക്കും പോകാം. ഇതാണ് ഇതിൽ കാണിക്കുന്നത്. എന്ത് ചെയ്യാ? റാം റഹീമിന് ഹരിയാനയിലും പഞ്ചാബിലും വലിയൊരു വിഭാഗം അനുയായികളുണ്ട്. വോട്ട് ബാങ്ക്. തെരഞ്ഞെടുപ്പ് സമയങ്ങളോടനുബന്ധിച്ചാണ് പലപ്പോഴും അദ്ദേഹത്തിന് പരോൾ ലഭിക്കുന്നത് എന്നത് വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോ പുള്ളിയെ റിലീസ് ചെയ്തിട്ട് മക്കളെ എതിരേക്ക് എല്ലാം വോട്ട് ചെയ്യൂന്ന് പറയാൻ വേണ്ടിട്ട് കാരണമാകുന്നു. ഭരണകൂടം അദ്ദേഹത്തോട് മൃദു സമീപനം കാണിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും ആരോപിക്കാറുണ്ട്. കോടതി ഇടപെടലുകൾ. പലപ്പോഴും ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി SGPC പോലുള്ള സംഘടനകൾ ഇദ്ദേഹത്തിന്റെ പരോളിനെതിരെ കോടതിയെ സമീപിക്കാറുണ്ട്. എന്നാൽ ജയിൽ അധികൃതർ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി പരോൾ തടയാൻ കഴിയില്ലെന്നാണ് പലപ്പോഴും അധികൃതർ നൽകാറുള്ള വിശദീകരണം. ചുരുക്കത്തിൽ, നിയമത്തിലെ പഴുതുകളും ശക്തമായ അനുയായി പിൻബലവും രാഷ്ട്രീയ താല്പര്യങ്ങളും ചേർന്നാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പുറത്തിറങ്ങാൻ സാഹചര്യമൊരുക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോ അല്ലെങ്കിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ അറിയാൻ ഇഷ്ടംപോലെ കേസുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പ്രിയ സുഹൃത്തുക്കളെ, കാശും ആളും അധികാരവും ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും കൊന്നിട്ട് ആരെ വേണമെങ്കിൽ ഏത് സ്ത്രീയെ വേണമെങ്കിലും പീഡിപ്പിച്ചിട്ട് ഇത് സുഖമായിട്ട് ജയിലിൻ്റെ ഉള്ളിൽ വിശ്രമം എടുത്തുകൊണ്ട് വീണ്ടും വന്നിട്ട് പുറത്ത് വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് വീണ്ടും വിശ്രമിക്കാൻ അവിടെ പോവുക. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് 20 വർഷം ഇയാളെ ജയിലിലല്ല ശിക്ഷിച്ചിരിക്കുന്നത്, ഗസ്റ്റ് ഹൗസിലേക്കാണ് വിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതുള്ളത് കമൻറ്റിലൂടെ പറയുക.